നമസ്കാരം. ഓരോ യാത്രയും ആരംഭിക്കുന്നത് പുതിയ പ്രതീക്ഷയിലേക്കാണ്. എന്നാൽ ഒരു പറ്റം മനുഷ്യരുടെ പ്രതീക്ഷയ്ക്കെല്ലാം അവസാനം കുറിച്ചൊരു യാത്രയായിരുന്നു ഒഡീഷയുടെ തലസ്ഥാനമായ ഭുവനേശ്വറിൽ നിന്ന് 170 കിലോമീറ്റർ വടക്കുള്ള ബാലസോറിൽ നടന്നത്. ഷാലിമാർ ചെന്നൈ കൊറോമാൻഡൽ എക്സ്പ്രസും ബംഗളൂരു ഹൗറ എക്സ്പ്രസും ചരക്കുവണ്ടിയും കൂട്ടിയിടിച്ചുണ്ടായ ട്രെയിൻ അപകടത്തിൽ ഞായറാഴ്ച ഉച്ചവരെയുള്ള കണക്കു നോക്കുമ്പോൾ ജീവൻ നഷ്ടമായത് 288 പേർക്കാണ്. അതിന്റെയും ഇരട്ടിയിലധികമാണ് പരിക്കേറ്റ് വിവിധ ആശുപത്രികളിൽ കഴിയുന്നവർ. രക്ഷാപ്രവർത്തനം പൂർത്തിയായെങ്കിലും ഗുരുതരാവസ്ഥയിലുള്ളവരുടെ അവസ്ഥ കാണുമ്പോൾ മരണസംഖ്യ ഇനിയും ഉയരുമോ എന്ന ഭീതി എല്ലാവരിലുമുണ്ട്. വന്ദേ ഭാരത് അടക്കം നിരവധി പുതിയ സേവനങ്ങൾ റെയിൽവേക്ക് സമ്മാനിക്കുന്നതിൽ ശ്രദ്ധ ചെലുത്തിയ കേന്ദ്രത്തെ ഏറെ വേദനിപ്പിക്കുന്ന ഒരു വാർത്ത തന്നെയായിരുന്നു ഇത്. മാത്രവുമല്ല, ആധുനികവൽക്കരണവും വൻ വികസന പ്രവർത്തനങ്ങളും നടക്കുന്നതിനിടയിൽ സംഭവിച്ച ഈ തീവണ്ടി അപകടം അത്യന്തം ഗുരുതരമാണെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ അടക്കം മുതിർന്ന ഉദ്യോഗസ്ഥർ പങ്കെടുത്ത ഉന്നതതല യോഗത്തിലെടുത്ത തീരുമാനങ്ങളും ചർച്ചകളും പ്രധാനപ്പെട്ടത് തന്നെയാണ്. സംഭവത്തിൽ അട്ടിമറിയുണ്ടോ എന്ന് കണ്ടെത്താനുള്ള തീവ്രശ്രമം അന്വേഷണത്തിന്റെ ഭാഗമാണ്. ഒരുപാട് ജീവനുകൾ ഇല്ലാതാക്കിയ ഈ അപകടം CBI അന്വേഷണത്തിലേക്കാണ് നീങ്ങുന്നത്. പ്രതിദിനം 20,000-ഓളം തീവണ്ടികളിലായി 2 കോടിയോളം പേർ യാത്ര ചെയ്യുന്ന രാജ്യത്തെ റെയിൽവേ സേവനം വെറുമൊരു യാത്രാ മാർഗം എന്നതിലുപരി രാജ്യത്തിന്റെ ജീവനാഡി കൂടിയാണ്. ഇപ്പോഴിതാ ട്രെയിൻ അപകടത്തിൽ കൊല്ലപ്പെട്ടവരുടെ കുടുംബങ്ങളെയും ബന്ധുക്കളെയും മാനസികവും ഭൗതികവുമായി വീണ്ടെടുക്കുന്ന ദൗത്യത്തിൽ ഞങ്ങളും പങ്കുചേരുകയാണെന്ന് അറിയിച്ചുകൊണ്ട് അദാനി ഗ്രൂപ്പ് സഹായഹസ്തവുമായി എത്തിയിരിക്കുകയാണ്. ഒഡീഷയിലുണ്ടായ തീവണ്ടി അപകടം കടുത്ത അസ്വസ്ഥതയുണ്ടാക്കുന്നതാണ്. അപകടത്തിൽ മാതാപിതാക്കളെ നഷ്ടപ്പെട്ട കുട്ടികളുടെ സ്കൂൾ വിദ്യാഭ്യാസം അദാനി ഗ്രൂപ്പ് ഏറ്റെടുക്കും. ദുരന്തത്തിൽപ്പെട്ടവരെയും അവരുടെ കുടുംബങ്ങളെയും ചേർത്ത് നിർത്തേണ്ടതും അവരുടെ കുട്ടികൾക്ക് നല്ലൊരു ഭാവി നൽകേണ്ടതും എല്ലാവരുടെയും കൂട്ടായ ഉത്തരവാദിത്തമാണെന്നുമാണ് വ്യവസായിയും രാജ്യത്തെ പ്രധാന കോടീശ്വരനുമായ ഗൗതം അദാനി ട്വീറ്റ് ചെയ്തത്. കൂടാതെ അപകടത്തിൽ രക്ഷിതാക്കൾ കൊല്ലപ്പെട്ട് അനാഥരായ കുട്ടികളുടെ സ്കൂൾ വിദ്യാഭ്യാസത്തിന്റെ മുഴുവൻ ചെലവും വഹിക്കാൻ അദാനി ഗ്രൂപ്പ് തീരുമാനിക്കുകയായിരുന്നു. അതിനൊപ്പം കൊല്ലപ്പെട്ടവരുടെ കുടുംബത്തിന് 10 ലക്ഷം രൂപ സഹായധനമായി നൽകുമെന്ന് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് അറിയിച്ചിരുന്നു. ഗുരുതരമായി പരിക്കേറ്റവർക്ക് 2 ലക്ഷവും നിസാരമായി പരിക്കേറ്റവർക്ക് 50,000 രൂപയും നൽകുമെന്ന് റെയിൽവേ മന്ത്രി അറിയിച്ചു. അതേസമയം ബാലസോറിൽ ട്രെയിൻ ദുരന്തം നടന്ന സ്ഥലത്തെ അറ്റകുറ്റപ്പണി പൂർത്തിയാക്കിയ ട്രാക്കിലൂടെ ആദ്യ ട്രെയിൻ കടത്തിവിട്ടു. റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവിന്റെ സാന്നിധ്യത്തിൽ 288 പേർ കൊല്ലപ്പെട്ട ദുരന്തം നടന്ന് 51 മണിക്കൂറിനുള്ളിലാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. റെയിൽവേ അതിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വികസനവും പരിഷ്കരണവും നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ വേളയിൽ റെയിൽവേ സ്റ്റേഷൻ നവീകരണം, വിദേശ രാജ്യങ്ങളിലേക്ക് ട്രക്കുകളും കോച്ചുകളും കൈമാറ്റം ചെയ്യുന്നത്, ടെക്നോളജി അടിസ്ഥാനമാക്കിയുള്ള നവീകരണം തുടങ്ങി ഒട്ടനവധി കാര്യങ്ങളിലേക്ക് കടന്ന് വരുമാനം കൂട്ടിക്കൊണ്ടിരിക്കുമ്പോഴും ഇതിനിടയിൽ ഉണ്ടാകുന്ന അപകടങ്ങൾ ഉണ്ടാക്കുന്ന ദുഃഖങ്ങളും ദുരന്തങ്ങളും ചില്ലറയല്ല. ഈ അപകടങ്ങൾ മാനുഷികമായാലും യാന്ത്രികമായാലും അത്യന്തം വേദനാജനകം തന്നെയാണ്. ഇത്തരം അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാനും ഇവ ഒഴിവാക്കാനുമുള്ള ഫലപ്രദമായ നടപടികൾ സ്വീകരിച്ചേ മതിയാവൂ. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. പവർഡ് ബൈ ദിഗന്ത റിസോർട്ട്, അഹമ്മദാബാദ്, ഗുജറാത്ത്. ഫോൺ 9099055135.